ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാനിന്നിവിടെ ഷാർജ കോർണിഷിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പതിവ് പോലെ ഞങ്ങൾ ഇന്ന് നടക്കാനിറങ്ങിയത് ഈ ഷാർജ കോർണിഷിലോട്ടാണ് കേട്ടോ. അവിടെ കുറേ പക്ഷികൾ, മറ്റേ ഈ അരയന്നം പോലത്തെ കുറേ പക്ഷികൾ തീറ്റിട്ട് കൊടുത്തപ്പോൾ കൂട്ടമായി വന്നിട്ട് തിന്നണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണില്ലേ. എന്ത് രസമാണ് അവർ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും കൂട്ടമായി വന്ന് തിന്നുന്നത് കാണാനായിട്ട്. എല്ലാവരും എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് പറന്നു പോയി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം തുടർന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഞങ്ങൾ നടക്കാനിറങ്ങിയത് കേട്ടോ. കുറച്ച് നടക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇരുട്ടായി. ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ നടക്കാനിറങ്ങിയത്. ഞങ്ങൾ മറ്റേ സൈഡിലേക്കൊക്കെയാണ് പോവാറ്. ഇന്നിപ്പോൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഇത് ഷാർജ കോർണിഷിലെ ഷുവൈഹീൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതെപ്പോഴും തുറന്നിരിക്കുന്ന അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബോട്ടുകളും ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ബുഷ് പോലത്തെ ഒരു ചെടി വെട്ടിയിട്ട് ഇങ്ങനെ സീറ്റ് പോലെ ആക്കിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നടന്ന് ക്ഷീണിക്കണവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോപ്പുകളുണ്ട്. ജ്യൂസിൻ്റെ ആയാലും കോഫിയുടെ ടീയുടെ അങ്ങനെയൊക്കെ ഓരോ ചെറിയ ഷോപ്പുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കോഫി കുടിക്കാന്നുള്ളതിൽ ആ ഷോപ്പിലേക്ക് കയറിയിട്ട് അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റപ്പിലാണ്. അപ്പോൾ അവിടെ ഇരുന്നാലും നമുക്കിങ്ങനെ കോർണിഷിലോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ലൈറ്റും ഇതൊക്കെ ആയിട്ട് നല്ല രസത്തിലാണ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട് ആ സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ. ഇപ്പോൾ അത്ര നല്ല മനോഹരമായ സ്ഥലമാണ്. അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടന്ന് നമ്മളെ ബോട്ടുള്ള സ്ഥലം എത്തി. അപ്പോൾ ബോട്ടുള്ള സ്ഥലത്ത് എത്തി ഞങ്ങളിവിടെ ഈ ബോട്ടും ഒക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണാമെന്നുള്ളതിലാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ പലതരം ബോട്ടുകൾ ഒക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ബോട്ടുകളിലൂടെ സഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചകളും സന്തോഷമൊക്കെ നൽകാനാവും കേട്ടോ. ഇതിലൊക്കെ കയറാൻ നമ്മളിപ്പോൾ ആ ഒരു സെറ്റപ്പിലല്ല വന്നുള്ളത്. ഞാനൊക്കെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടികളും ഫാമിലിയും എല്ലാവരുമായിട്ട് വരികയാണെങ്കിലാണ് നമുക്കിതിൽ കയറാനുള്ള ഒരു ഇതുള്ളത്. വെറുതെ ഒന്നും ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ ഈ ഭാഗത്തേക്കൊന്ന് നടക്കാനിറങ്ങിയെന്ന് മാത്രം. ഈ ബോട്ടുകളിൽ തന്നെ പലതരം ബോട്ടുകളുണ്ട് കേട്ടോ. ചില ബോട്ടുകളിലൊക്കെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഒന്നും അറിയണ്ട, നമ്മളങ്ങോട്ട് കയറി ഇരുന്നാൽ മതി. അപ്പം ഇങ്ങനെ വെള്ളത്തിലൂടെയുള്ള യാത്ര നഗരത്തിൻ്റെ രാത്രികാലങ്ങളിലെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ മികച്ച വഴിയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ നടക്കാനിറങ്ങിയ കാരണം ബോട്ടിലൊന്നും കയറിയില്ല കേട്ടോ. പലതരത്തിലുള്ള ബോട്ടുകളാണ് കേട്ടോ. ഓരോ ബോട്ടും വ്യത്യസ്ത ബോട്ടുകളാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ ആലപ്പുഴ അവിടെ ഹൗസ് ബോട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതേപോലെ ഫാമിലിയും പിന്നെ അതുപോലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അന്ന് ഒരു ടൂർ പോലെ പോയത്. 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അതിൽ ഒരു ദിവസം ഫുള്ള്
ഈ ഹൗസ് ബോട്ടിലിരുന്ന് പ്രോഗ്രാം. അവിടെ തന്നെ ഭക്ഷണം ഒക്കെ അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ ആലപ്പുഴ ഹൗസ് ബോട്ട് അതൊക്കെ. അവിടെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞങ്ങൾ പാട്ടും ഇതൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ട് അന്നങ്ങനെ ഒരു ടൂർ പോയി. അപ്പോൾ അതൊക്കെ എന്നെ കണ്ടപ്പോൾ അന്നത്തെ കാലമൊക്കെ ഒന്ന് ഓർമ്മ വന്നു. അതിനെക്കാട്ടി നല്ല സെറ്റപ്പുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മളെ ഒരു വീട് പോലെ റൂമും നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഇരുന്നത്. ഇവിടെയും ഇതിൻ്റെ ഉള്ളിലൊക്കെ അതിനേക്കാളും സൗകര്യവും സെറ്റപ്പൊക്കെ ഉള്ള ഹൗസ് ബോട്ടുകളാണ്. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല അതിമനോഹരമായ ബോട്ടുകളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. എന്തായാലും ഒരു ദിവസം നമുക്കിതിലേക്ക് കയറാനായിട്ട് വരണം. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ ചരക്ക് കപ്പലൊക്കെ ഉണ്ട് കേട്ടോ. കപ്പലുകൾ സാധനങ്ങളൊക്കെ കയറ്റി അയക്കണ കപ്പലുകളും ഒക്കെ ഉണ്ട്. എല്ലാതും ഇങ്ങനെ നോക്കി കാണാനായിട്ട് നടക്കുമ്പോൾ നമുക്കതൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കാണലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി അൽഫാം ഓർഡർ ചെയ്തു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേശം മധുരം കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ ഒരു ഫലൂദയും അടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.